അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു സിമ്പിൾ സ്നാക്കാണ്. ഇത് ദോശമാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതിനായിട്ട് കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ദോശമാവാണിത്. അതിലേക്ക് ദോശമാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാൻ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് നിങ്ങൾ എടുക്കുന്ന ദോശമാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർക്കുക. ഇനി ഈ ദോശമാവിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. ഇത് സ്പ്രിംഗ് അണിയൻ മല്ലിയില ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ദോശമാവിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾ ഇതിന് പകരം നിങ്ങൾക്ക് ഏത് വെജീസ് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഉള്ളി ചേർക്കുമ്പോൾ, അതായത് സവാള ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് എല്ലാം ചേർക്കാം. പക്ഷേ എന്ത് ചേർക്കുമ്പോഴും നിങ്ങൾ ദോശമാവിനേക്കാളും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെജിറ്റബിൾസ് ചേർക്കാം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആവുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്, ഒരു 1/2 സ്പൂൺ. അത് നിങ്ങൾ ദോശമാവ് എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ പൊടികളിലും വെജിറ്റബിൾസിലും എല്ലാം മാറ്റം വരുത്തുക. ഇത് പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ്. ആ ഒരു ഫ്ലേവർ കിട്ടിക്കോട്ടെ കരുതിയിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തതാണ്. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. പിന്നെ ഞാനിതിൽ മുളക് ചേർത്തിട്ടില്ല. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് അതും ചേർക്കാം. ഇനി ഇത് ചുട്ടെടുക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. ഉണ്ണിയപ്പം നമ്മൾ ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെ ചെയ്യുക. ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. പക്ഷേ ഉണ്ണിയപ്പത്തിന് ഒഴിക്കുന്ന അത്ര ക്വാണ്ടിറ്റി വേണ്ട ഓയിൽ. അപ്പോൾ നിങ്ങളത് കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ഈ ബാറ്റർ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് ചുട്ടെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ബേസിക് ഒരു കാര്യം കാണിച്ചു തന്നതാണ്. ഇത് നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് പല പൊടികളും ഇതിൽ ആഡ് ചെയ്യാം, പല വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, തക്കാളി ചേർക്കാം, മുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകം അതെല്ലാം ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ബേസിക്കായ ഒരു സംഭവം എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ കാണിച്ചു തരാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം എല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് കുക്കാവാൻ എടുക്കും. നിങ്ങൾ സിമ്മിൽ തന്നെ, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുക. പിന്നെ എല്ലാവരുടെ വീട്ടിലും കാണും ഒരു പപ്പടം കുത്തി. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടൊന്ന് നോക്കുക അത് കുക്കായോ എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് ആവാനുണ്ട്. കുക്കായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റും. ഓയിലെല്ലാം ഒഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് തിരിച്ചിടാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി മയം വന്ന ഉണ്ണിയപ്പച്ചട്ടിയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ നിങ്ങളുടെ എയിമിനനുസരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. സ്പൂണാണ് എയിമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്തായാലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴ്ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും, പക്ഷേ ഉള്ളിൽ കുക്കാവേയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. പുറം ഭാഗം അത്യാവശ്യം ക്രിസ്പി ആയിരിക്കും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് ഇതിന്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. നമ്മൾ എപ്പോഴും ദോശ, ഇഡ്ഡലി അതൊക്കെ അല്ലേ ചെയ്യുക. അപ്പോൾ ഇതൊരു വെറൈറ്റി സ്നാക്കായിട്ടും ചെയ്യാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കാം. ഇതാ ഏകദേശം ആയിട്ടുണ്ട് നമ്മളുടെ ദോശ ഉണ്ണിയപ്പം. ഇത് ഇനി ഞാൻ ഈ പപ്പടം കുത്തി വെച്ച് തന്നെ ഇത് കുത്തിയെടുക്കുകയാണ്. അതിന് മുന്നായിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തതാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതും കുക്കായോന്ന്. സെയിം കളറാവും രണ്ട് ഭാഗവും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് ഓയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ നിങ്ങൾക്ക് വയ്ക്കാം. പിന്നെ ഞാനിത് ഒന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്ന്. അത് നമ്മൾ നന്നായിട്ട് ചൂടായ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ ബാറ്റർ കുറേശ്ശെയായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സാവധാനം തിരിച്ചു മറിച്ചിട്ട് അതിനെ ഉൾഭാഗം കുക്കാവുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിരിക്കും ഇതിന് ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങളുടെ ദോശമാവ് നല്ല ദോശമാവായിരിക്കണം, എങ്കിലേ ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ദോശ ഉണ്ണിയപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കാണിക്കാം. ഭയങ്കര സോഫ്റ്റാണിത്. നമ്മൾ ദോശമാവിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത് തേങ്ങാ ചട്നിയുടെയും കെച്ചപ്പിൻ്റെയും കൂടെയാണ്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്ത തക്കാളി ചട്നിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ പിന്നെ ഓൾറെഡി തേങ്ങാ ചട്നി ഉണ്ടായതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അൻടിൽ ടേക്ക് കെയർ. താങ്ക് യു.